ഏറ്റവും വിലയുള്ള ഒരായുധത്തിൻ്റെ പേരാണ് സഹനം. ഭയങ്കര വിലയാണ്. ഇത് പറയുന്ന ഞാൻ വരെ അനേക സ്ഥലങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ഞാൻ വാടിപ്പോവും. ഏതുപോലെ വാടിപ്പോവും? ചേമ്പന്താൾ പോലെ വാടിപ്പോവും. എന്താണ് ചേമ്പന്താളിൻ്റെ പ്രത്യേകത? അത് ചേമ്പേ നിൽക്കുമ്പോൾ നല്ല പവറിലങ്ങ് നിൽക്കും. അത് വെട്ടിയെടുത്ത് ആ വെയിലത്തോട്ടിട്ട് ഇച്ചിരി ചൂടേക്കുമ്പോഴുണ്ടല്ലോ അത് വളഞ്ഞു കുത്തിപ്പോവും. നമ്മൾ ഒത്തിരി പേര് ബലമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, മാസാമാസം ലക്ഷം രൂപ സാലറി മേടിക്കുന്നവരാണ്, വീട് വലുതാ. പക്ഷേ ഒരു കുഞ്ഞു സഹനം വരുമ്പം ചേമ്പന്താൾ പോലെ വാടി തളർന്നു പോവും. എത്രയോ പേര് തളർന്നു പോയി, മനസ്സുകൊണ്ട് വീണുപോയി. സഹനം വരുമ്പോൾ തളർന്നു പോകുന്നവരും വീണു പോകുന്നവരും വാടിപ്പോകുന്നവരോ നമ്മൾ. സഹനം വരുമ്പോൾ എത്ര ചിരിച്ചിരിക്കുന്ന മുഖവും പെട്ടെന്ന് മുഖത്തെ ചിരി അപ്രത്യക്ഷമാകും, ഡിലീറ്റ് ആകും. പിന്നെ ആരോടും മിണ്ടാൻ ഇഷ്ടപ്പെടില്ല, വാതിലടയ്ക്കും, അകത്ത് കയറിയിരിക്കും. പിന്നെ സ്വഭാവം തന്നെ മാറും. സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ലെവലുകളെയും മാറ്റും. സഹനത്തിൻ്റെ മറ്റൊരു പേരെന്താ? സഹനത്തിൻ്റെ മറ്റൊരു പേര് നമ്മുടെ കയ്യിലുണ്ടത്. ഏതാണ്? സഹനത്തിൻ്റെ മറ്റൊരു പേരാണ് കുരിശ്. സഹനത്തിൻ്റെ വേറെ ഒരു പേരാണത് കുരിശ്. കുരിശ് ഇഷ്ടമാണോ? കുരിശ് എന്തോ ഇഷ്ടമാണ് നമുക്ക്. കുരിശ് ഈ മേശ വെക്കാൻ നല്ലതാണ്, വളരെ നല്ലതാണ്. 1 കോടി രൂപയുടെ പള്ളി പണിയുമ്പോൾ അൾത്താരെ വെക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയുള്ളപ്പോൾ കുരിശുരൂപം വെക്കുന്നത് അതിനേക്കാൾ വലുതാണ്. കഴുത്തേൽ ഒരു കുരിശുമാല ഇട്ടുകൊണ്ട് നടക്കുന്നത് ഭയങ്കര പവറാണ്. നമ്മൾ ഓടിക്കുന്ന കാറിൻ്റെ ഫ്രണ്ടിൽ നമ്മളെക്കാൾ വലിയ കുരിശുരൂപം വെക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല കുരിശ് കാറേ വെക്കണമെന്ന്. ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല കുരിശുമാല ഇട്ടുകൊണ്ട് നടക്കണം കേട്ടോന്ന്. ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മുറിയിൽ ഒരു കുരിശുരൂപം വെക്കണമെന്ന്. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം നമ്മൾ ചെയ്യില്ല. ബാക്കി മാലയായിട്ടോ തലയെ കുത്തിയോ എന്തും നടക്കും. കീച്ചെയിനൊക്കെ, വാഹനത്തിൻ്റെ കീച്ചെയിൻ വരെ കുരിശാണ്. വീടിൻ്റെ കീച്ചെയിൻ കുരിശാണ്. എല്ലാ മുറിയിലും ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്ത്? ആ വഹിക്കാൻ മാത്രം എന്നോട് പറയരുത്. വേണേ കാറെ 3 എണ്ണം വെക്കാം, ഞാൻ പുറകിൽ മുന്നിൽ വേണേ പിടിച്ചുകൊണ്ട് ഞാൻ മുഴുവൻ സമയം ഇവിടുന്ന് തിരുവനന്തപുരം വരെ വേണേ ഞാൻ പൊക്കോളാം. വഹിക്കാൻ മാത്രം പറയരുത് പ്ലീസ്. ഈശോ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് കൈ പിടിക്കണം, കീശയിൽ വെച്ചുകൊണ്ട് നടക്കണം. ഇതൊന്നും ഈശോ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കാര്യം പറഞ്ഞു, കുരിശ് വഹിക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളെ ഈശോ ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുന്നത് കുരിശ് രൂപം ഉയർത്തി ശുശ്രൂഷ ചെയ്യാനല്ല. എനിക്ക് വളരെ ഇഷ്ടമാണ് വലിയൊരു കുരിശെടുത്ത് ഒരു വിടുതൽ ശുശ്രൂഷ ഇപ്പോൾ അവിടെ നടത്താൻ. നിങ്ങളൊക്കെ നന്നായിട്ട് സ്തുതിക്കും. അതൊക്കെ വളരെ എളുപ്പമാണ്. എൻ്റെ ഈ കയ്യോളം വലുവുള്ള കുരിശാണെങ്കിൽ വളരെ നല്ലതാണ്, ഉയർന്നിരിക്കും. എന്നേക്കാൾ വലിയ കുരിശ് വേണം ഞാൻ എടുത്ത് പിടിക്കാം. പക്ഷെ എന്നോട് നിങ്ങൾ പറയരുത്, വഹിക്കണമെന്ന് പറയരുത്. അച്ഛനൊരു കുരിശെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ പറയാൻ ഞാൻ വളരെ ഹാപ്പിയായിട്ട് എടുക്കും. കുരിശെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, അതും എനിക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഈശോ ആഗ്രഹിക്കുന്നത് കുരിശ് എടുത്തുള്ള ശുശ്രൂഷയല്ല, കുരിശ് വഹിച്ചുള്ള ശുശ്രൂഷയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ നിരപ്പായിട്ടിരിക്കുന്ന നെറ്റിയില്ലേ, ഇപ്പോൾ തൊലിയൊന്നും ചുളിഞ്ഞിട്ടില്ല. സഹനം വരുമ്പം ഈ നെറ്റി വല്ലാണ്ട് ചുളിയും. നമ്മൾ കണ്ണാടി നോക്കണം. സഹനം വരുമ്പോൾ നമ്മുടെ മുഖം, നെറ്റിയിലെ ഈ തൊലി 3 മടങ്ങായിട്ട് ചുളുങ്ങിയിരിക്കും. നമ്മൾ തിരുമി നേരെയാക്കിയാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ ചുളുങ്ങി വരും. പൂ വാടുന്ന പോലെ നമ്മുടെ മുഖത്തെ വാട്ടിപ്പോവും. നമ്മുടെ കളറ് വരെ മാറും. ചിലപ്പോൾ നല്ല വെളുത്തയാള് ഒന്ന് വാടിപ്പോവും. ഇത്രയേ ഉള്ളൂ നമ്മൾ, ഇത്രയേ ഉള്ളൂ. എത്ര വീരപാത വടിക്കുന്ന നമ്മൾ ഇത്രയേ ഉള്ളൂ. ഒരു സഹനം വരുമ്പം വാടി പോവും. ഇന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് ദൈവവചനം കേൾക്കുമ്പം അപ്പുറത്തെ സ്റ്റാളിൽ നിന്ന് 10 കുരിശുരൂപ മേടിച്ചോണ്ട് പോകാൻ വേണ്ടിയല്ല ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏത് സഹനം വന്നാലും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ ഒരു സഹനശക്തിയുള്ള ഒരു മനസ്സ് ദൈവവചനത്തിലൂടെ കിട്ടണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സഹനം വരുമ്പോൾ എത്രയോ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മുന്നിൽ നിന്ന് പ്രാർത്ഥനക്കാർ വാടിപ്പോയെന്നറിയാമോ? എത്രയോ ധ്യാനിപ്പിക്കുന്നവർ വാടിപ്പോയിട്ടുണ്ടെന്നറിയാമോ? എത്രയോ ശുശ്രൂഷകരെ നിർത്തിയിട്ടുണ്ടെന്നറിയാമോ? പിന്നെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിർത്തി, ഒരുപാട് പേര് മടുത്തു, ഒരുപാട് പേര് ഈ ജീവിതത്തിൽ കുറെ ഉപേക്ഷ കാണിച്ചു. പക്ഷേ സഹനം വഹിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നല്ലൊരു വചനം പരിചയപ്പെടുത്താം.
വിശുദ്ധ ഗ്രന്ഥത്തിൽ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും തോന്നിയല്ല, പക്ഷെ അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്, അത് പറയാം. ഹെഡിങ് എന്നാണെന്നറിയോ? ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഏകദേശം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് മയക്കുമില്ലാണ്ടും ദൈവജനം പറയുകയാണ് ഈശോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുവാണ്, എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന്, അപ്പം ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ വാ വിളിച്ചു. ഒരാൾ വന്ന് പറഞ്ഞു, ആകെ ഇവിടെ 5 അപ്പം ഉള്ളൂ എന്ന് ചെവി പറഞ്ഞു. ഫുഡില്ലെന്നാ എൻ്റെ അർത്ഥം, ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞു. ഈശോ അത് കേട്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, 50 വീതം പന്തികളായി എല്ലാവരും അവിടെ ഇരുത്താൻ പറഞ്ഞു. ഞാനിങ്ങനെ ചോദിക്കുവാണ് ഈശോയോട്, എന്ത് കണ്ടിട്ടായിരിക്കും പറഞ്ഞത്? 5000 പേര് ദൈവവചനം കേൾക്കാൻ വേണ്ടി ആ മൈതാനത്തുണ്ട്, 5 അപ്പമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സാഹചര്യം ചിന്തിച്ചേ. ഇന്ന് പോകുമ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന് ഇവിടുത്തെ ഒരാൾ പറയുകയാണെന്ന് കരുതുക. ഒരാൾ വന്ന് പറയും ആകെ 5 അപ്പം ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഏറ്റവും വലിയ MBA-കാരൻ വിചാരിച്ചാലും, എത്ര കഷ്ണമാക്കാൻ നോക്കിയാലും, ഇവിടുത്തെ ഏറ്റവും വലിയ VIP നോക്കിയാലും 5 അപ്പം കൊണ്ട് 10 പേരെ പോലും പ്രീതിപ്പെടുത്തില്ല. എല്ലാവരും മുറുമുറുക്കും, ഇല്ലെങ്കിൽ കൊടുക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കും. ഈശോ 5 അപ്പം എടുത്തിട്ട് എന്നാ ചെയ്തു എന്ന് കാണിച്ചു തരാം. 5 അപ്പം എടുത്ത് ഞാൻ ഈ തുവാല കൈ പിടിച്ചിരിക്കുന്ന പോലെ അപ്പമാണെന്ന് വെറുതെ കരുതുക. ഇത് 5 അപ്പമാണ്, എൻ്റെ കൈ തന്ന 5 അപ്പമാണ്. ഈശോ ധൈര്യപൂർവ്വം അവിടെ ഇരുന്നാലുള്ള പ്രത്യേകത എന്താ? എല്ലാവർക്കും കാണാൻ പറ്റും. അതിനുശേഷം ഈ 5 അപ്പം എടുത്ത് ഉയർത്തി താഴ്ത്തി. ഇതിനകത്തൊരു കുഞ്ഞു മലയാള വാക്ക് കിടപ്പുണ്ട്, അതാ ഏറ്റവും പ്രശ്നമുള്ളൊരു വാക്ക്, ഉയർത്തുക. ഇതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനുശേഷം 5000 പേര് നോക്കി നിൽക്കുമ്പം ഈശോയുടെ കയ്യിൽ കിട്ടിയ അപ്പം ഈശോ വളച്ചിട് ഒരൊറ്റ ഓടി ഓടിച്ചു. എഴുതിയിരിക്കുന്നത്, അവൻ 5 അപ്പം എടുത്തു, ഉയർത്തി, ആശീർവദിച്ചു. 3 അക്ഷരമുള്ള ഒരു വാക്കുണ്ട്, എന്താ? മുറിച്ചു. നിങ്ങളെ മുറിച്ചാൽ ഉണ്ടാകുന്ന എന്നാ? വേദന, സഹനം. മുറിച്ചു, ഒരു മരം മുറിച്ചു, വെട്ട് കിട്ടി. 5 അപ്പം എന്തിനാ മുറിച്ചേ? ഇനി ഈ മുറിച്ചു എന്നുള്ള വാക്ക് എന്തിനാ ഇവിടെ എഴുതി വെച്ചേ? 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ കഴിവുള്ളവൻ എന്തിനാ മുറിക്കുന്നേ? 5 അപ്പം ഉള്ള 10 പേർക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഊഹിക്കാം, 5 മുറിച്ച് കഷ്ണമാക്കി 5 കഷ്ണം ഇവർക്കും 5 കഷ്ണം കൊടുത്തു, ഓക്കെ. 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ മുറിച്ചാൽ നടക്കുവോ? മുറിച്ചപ്പം എവിടെ ഇരുന്നാ ഇത് മുറിഞ്ഞത്? ഈ അപ്പം എവിടെ ഇരുന്നായിരിക്കും മുറിഞ്ഞത്? ശിഷ്യന്മാരുടെ കയ്യിലിരുന്ന് മുറിഞ്ഞിട്ടല്ല ഇതാ വർദ്ധിച്ച്, നാട്ടുകാരുടെ കയ്യിലിരുന്ന് മുറിഞ്ഞപ്പോഴും അല്ല വർദ്ധിച്ചത്. പിന്നെയോ, ഇത് ഈശോയുടെ ഉള്ളംകൈയിൽ ഇരുന്ന ഇത് വളഞ്ഞതും ഇതിങ്ങനെ മുറിഞ്ഞതും. ഇതിനൊരു സഹനം ഉണ്ടായത് എല്ലാവരും കണ്ടായിരുന്നു. അത് ഈശോയുടെ കയ്യിലിരുന്ന് 5 അപ്പം ഒന്ന് മുറിയുന്നത് എല്ലാവരും കണ്ടു. എല്ലാവരും കാണത്തക്ക വിധം ചില സഹനങ്ങളൊക്കെ നമുക്ക് വരും. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഒന്ന് വളച്ചൊരു ഒടിയൊക്കെ ഓടിക്കും. നമ്മൾ ചിലപ്പോൾ അന്നേരം പ്രതികരിക്കും. നമ്മൾ അപ്പത്തോട് ചോദിച്ചു നോക്കിയേ, ഈ അപ്പം എന്നാ തെറ്റ് ചെയ്തിട്ടാ? ഈ അപ്പം എന്ത് കുറ്റം ചെയ്തിട്ടാണ്? ഈ അപ്പം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശോ മുറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് മുഴുവൻ അത്ഭുതമാണ്. ഈ മുറിച്ചതിന് ശേഷം പിന്നെ ഇത് ഏത് വിധത്തിലാണ് ഇത് വർദ്ധിച്ചത്? 5000 പേർക്ക് കൊടുത്തിട്ടും ഇത് മിച്ചം വരത്തക്ക രീതിയിൽ ഈ അപ്പം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. വർദ്ധിക്കാൻ വേണ്ടി എന്തിനാ മുറിച്ചത്? കൂടാൻ വേണ്ടി എന്തിനാ മുറിച്ചത്? ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ട്, നമുക്കറിയില്ലാത്ത ഒരാത്മീയ രഹസ്യമാണ്. ദൈവം ഒരു വ്യക്തിയെ വളർത്തുവാൻ ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവകരങ്ങളിൽ ചില മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഏറ്റെടുത്തോ? ഈശോയുടെ കയ്യിൽ ഇത് മുറിഞ്ഞു. ഇനി ആളുകൾ പോയത് എങ്ങനെയെന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും പോയത്? 5 അപ്പം എല്ലാവർക്കും കൊടുത്തിട്ട് ആളുകൾ പോയത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ഭക്ഷിച്ച് എങ്ങനെയായി? ഒന്നും കൂടെ ആ വാക്ക് പറഞ്ഞേ. അതൊരു ഭയങ്കര നല്ല വാക്കാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരല്ല. നിങ്ങളുടെ വീട്ടിൽ 5 പേര് 4 പേര് കാണും. ഒരു വീട്ടിൽ ചോറും സാമ്പാറും പിന്നെ ഒരു തോരനും ഉണ്ടാക്കിയാലും മക്കളുടെ മുഖം വാടിയിരിക്കുള്ളൂ. എന്ത്? ഉപ്പില്ലായിരുന്നു, മുളകില്ലായിരുന്നു, പൊടിയില്ലായിരുന്നു, കടിയില്ലായിരുന്നു പറഞ്ഞു. 4 പേർക്ക് വെച്ചാലും തൃപ്തി വരാൻ പാടാ.
4 പേരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പാടാ. ഒരു ദേശത്ത് 50 പേരാണെങ്കിൽ 50 പേര് ഏറ്റവും ഒരു കല്യാണത്തിന് ലോകത്തിലെ ഏറ്റവും നല്ല കാറ്ററിംഗുകാരെ വിളിച്ചാലും 10 പേര് തലയും ചൊറിഞ്ഞോണ്ട് പോകും. എന്നാ കറി ശരിയായില്ല എന്ന്. ആരാണ് വച്ച്? നമുക്ക് ഈ ഏറ്റവും വലിയ പാടാ ഒരുത്തിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. ഈ 5 അപ്പത്തിന് പോയ ഒരുത്തൻ പറഞ്ഞ ഉപ്പില്ലായിരുന്നു. ഇത് എവിടുന്നാ ഈ അരി പൊടിച്ചേ? ഇതാരാ ഇത് ഉണ്ടാക്കി? ഇത് അകത്ത് വെന്തില്ലായിരുന്നു. ഇത് വേകുകയും ചെയ്തു. എഴുതിയിരിക്കുകയാണ് എല്ലാവരും തൃപ്തരായി എന്ന്. എവിടം വരെ എത്തി അനുഗ്രഹം? അതിനകത്ത് എഴുതിയിരിക്കുന്ന കുഞ്ഞു വാക്ക് നമ്മുടെ ജീവിതവുമായി വളരെ കണക്റ്റഡാ. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അപ്പമാ മുറിഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനേകം പേർ ഇതുപോലെ ചില മുറിവുകളിലൂടെ കടന്നു പോകുന്നവരാ. ഈ വചനം എന്നാ പഠിപ്പിക്കുന്നേ? ഈ മുറിഞ്ഞ അപ്പം എന്നാ നിങ്ങളോട് പറയുന്നേ? ഈ മുറിച്ച ഈശോ എന്നാ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അത് രണ്ടും കേട്ടാൽ മതി. ഈ അപ്പത്തിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഈ അപ്പം എന്തു പറയും? ഈ കാഞ്ഞൂർ ഇടവകയിൽ ഇപ്പോൾ ഈ മൈതാനത്തിരിക്കുന്ന നിങ്ങളോട് ആ മുറിഞ്ഞ അപ്പം സംസാരിക്കാൻ കഴിവുള്ള ഒരാളായി മാറിയാൽ എന്തു പറയും? ഞാൻ മുറിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. എന്നെ മുറിച്ച ദൈവം, എനിക്കതിനെക്കുറിച്ച് സന്തോഷം, ഒരു സാക്ഷ്യമേ പറയാനുള്ളൂ. ഓരോ സഹനവും ദൈവം ഒരുക്കുന്നത് അനേകരുടെ മുമ്പിൽ സാക്ഷ്യമായി ഉയർത്താനും അനുഗ്രഹിക്കാനുമാ, തകർച്ചയ്ക്കും പരാജയത്തിനും അല്ല. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറയാമോ? ഹല്ലേലൂയാ. ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈശോ പറഞ്ഞത് സഹനത്തിന് വിലയുണ്ട്. സഹനത്തിന് വിലയുണ്ട്. ലോകം പറയും സഹനത്തിന് വിലയില്ല. എന്നാ വിശുദ്ധ ഗ്രന്ഥം പറയും സഹനത്തിന് വിലയുണ്ട് എന്ന്. ഹല്ലേലൂയാ. സഹനത്തിന്റെ വിലയാണ് ഇവിടെ കണ്ടത്. വർദ്ധിച്ചു. ഓരോ സഹനവും ഒരു വലിയ നന്മയ്ക്ക് ദൈവം ഒരുക്കുന്നതാണ്. വലിയ നന്മയ്ക്ക്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പാടുക, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സഹനത്തിന്റെ പേരാണ് കുരിശ്. കുരിശ് അത് കാണാൻ ഇഷ്ടം, കഴുത്തേൽ ധരിക്കാൻ ഇഷ്ടം, കീച്ചൈനായിട്ട് കൊണ്ട് നടക്കാൻ ഇഷ്ടം, വഹിക്കാൻ നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് സഹനം. ഇനി അടുത്ത കാര്യം വളരെ ശ്രദ്ധയോടെ കേട്ടെ, വളരെ ശ്രദ്ധയോടെ. ഈശോ എപ്പോഴാ ദൈവപുത്രനാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞത്? ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ആത്മീയ മനുഷ്യനാണോ എന്ന് എപ്പോൾ തിരിച്ചറിയാൻ പറ്റും? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ 25 കൊന്ത ചെല്ലുന്ന ഒരാൾ ഒരു ആത്മീയ മനുഷ്യനാണെന്ന് പറയാൻ കഴിയില്ല. അയാളൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയാൻ പറ്റും, ഒരു ദൈവഭക്തനാണെന്ന് പറയാൻ പറ്റും, ദൈവത്തോട് ബന്ധമുള്ള ഒരാളാണെന്ന് പറയാൻ കഴിയില്ല. ഒരാൾക്ക് ഒരു വലിയ പുസ്തകം, ഇതിനേക്കാൾ കനമുള്ള പുസ്തകം രാവിലെ തൊട്ട് ചൊല്ലി തീർക്കാം, ഒരു പ്രാർത്ഥന ചൊല്ലി എന്നുള്ള സംതൃപ്തി ഉണ്ടാകും. എപ്പോഴാണ് ഈശോ ദൈവപുത്രനാണെന്ന് പറഞ്ഞത്? ഈശോ 5 അപ്പം 5000 പേർക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തപ്പം ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞില്ല ഇവൻ ദൈവപുത്രനാണെന്ന്. പറഞ്ഞോ? ആരും പറഞ്ഞില്ല. 38 വർഷം ബെത്സൈദ കുളക്കരയിൽ കിടന്ന രോഗിക്ക്, ഒരു മനുഷ്യന് സഹായമില്ലാതെ കയറുന്ന ആ മനുഷ്യനെ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേൽപ്പിച്ച് സൗഖ്യപ്പെടുത്തിയപ്പം ആ കുളക്കരയിൽ ഉണ്ടായിരുന്ന നാട്ടുകാരൊന്നും പറഞ്ഞില്ല ഇവൻ ഏതോ ഒരു ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ ഇങ്ങനെ നോക്കിയാൽ ഒരത്ഭുതം നടന്നപ്പോഴും ഈശോ ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ല. അടുത്ത കേട്ടെ, ശ്രദ്ധിച്ചേ. ഈശോ കുരിശിൽ ഒരു പരാതിയും കൂടാതെ നിശബ്ദമായി തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഹിക്കുന്നത് കണ്ടപ്പം താഴെ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന്. എപ്പോഴാ പറഞ്ഞേ? സഹിക്കുന്ന രീതി, അതാണ് ഈ ഈശോയെ ദൈവപുത്രനാക്കി മാറ്റിയത്. സഹിക്കുന്ന രീതി. പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാവരും കേട്ടെ. 25 കൊന്ത ചെല്ലാൻ ഇച്ചിരി പ്രാക്ടീസ് ഉണ്ടേ പറ്റും. 5 ദിവസം ധ്യാനിക്കാൻ ഒന്ന് ട്രൈ ചെയ്താൽ പറ്റും. ബൈബിൾ മൊത്തം വായിച്ചു തീർക്കാൻ ഒന്ന് മനസ്സ് പ്ലാൻ ചെയ്താൽ പറ്റും. പക്ഷെ ഈശോ സഹിച്ചതുപോലെ സഹിക്കണമെങ്കിൽ അത് വേറൊരു കൃപയാത്, അത് വേറൊരു അഭിഷേകമാ. ശ്രദ്ധിച്ചേ, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങൾ ഞാൻ സ്വീകരിക്കുന്ന രീതിയാ എന്നെ ദൈവീക മനുഷ്യനാക്കി മാറ്റുന്നത്. ഞാൻ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയുടെ അളവ് അതിൽ ഒരു 5% മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാവർക്കും സന്തോഷമാണോ? ഇതത്ര സന്തോഷമുള്ള വിഷയം അല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്പം കൂടി സന്തോഷത്തോടെ ഇരിക്കാം. ഇടത്തും വലത്തും നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ ഇടയ്ക്ക് നോക്കണം. ഹല്ലേലൂയാ.
കാരണം ഇച്ചിരി സന്തോഷത്തോടെ ഇരുന്ന്, കാരണം ദൈവം അനുഗ്രഹിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ വേണം ഇരിക്കാൻ. കാരണം ദൈവം സന്തോഷത്തോടെ അനുഗ്രഹിക്കുമ്പം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. ഇച്ചിരി സീരിയസ് ആയി പോയോ എന്നൊരു സംശയം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് മാത്രമേ ഒരു എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ളൂ. ഏത് എഞ്ചിൻ? ഈ ലോകത്ത് ഇഷ്ടംപോലെ ജീവനുള്ള ആളുകൾ, ജീവനുള്ളതുണ്ട്. പക്ഷെ ഒരു എഞ്ചിൻ മാത്രം നമുക്ക് മാത്രമേ ഉള്ളൂ. ഏത്? ചിരിക്കാനുള്ള എഞ്ചിൻ ആർക്ക് മാത്രമേ ഉള്ളൂ? അത് ഈ താടിയുടെ അടിയിൽ, തൊലിക്കടിയിൽ ദൈവം തുന്നി ജനിച്ചപ്പോഴേ വിട്ടിട്ടുണ്ട്. ഒരു എഞ്ചിൻ പിടിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. ഏത്? ആ എഞ്ചിൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്. ആനയ്ക്ക് പോലും ആ എഞ്ചിൻ പിടിപ്പിച്ചിട്ടില്ല. സിംഹം കാട്ടിലെ രാജാവാണ്, പക്ഷെ എഞ്ചിനില്ല. സിംഹം ചിരിക്കില്ല, ആന ചിരിക്കില്ല. ആന കാറും, സിംഹം അലറും, ചിരിക്കത്തില്ല. എത്ര സന്തോഷം വന്നാലും വായൊന്ന് പൊളിക്കുകയുള്ളൂ, ചിരിക്കില്ല. കാരണം എന്നാ? ആ എഞ്ചിനില്ല. നമുക്കെന്തുണ്ട്? ചിരിക്കാനുള്ള ഒരു എഞ്ചിൻ ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അത് സന്തോഷമാണോ? സന്തോഷമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയാ. സഹനം എന്ന വിഷയം പറയുമ്പോൾ ഉള്ള സന്തോഷമൊക്കെ ചിലരുടെ പോകാറുണ്ട്. വേറെ വിഷയമൊന്നും ഇല്ലേന്ന് ചോദിക്കും. വേറെ വിഷയമൊന്നും ഇല്ലേ അച്ചോ പറയാൻ? ഇത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്, എന്നാൽ ഇതിനകത്ത് ഭയങ്കര ഗുണമുണ്ട്. ഇത് വലിയൊരു അഭിഷേകമാണ്. ഹല്ലേലൂയാ. കേട്ടെ, ഈശോ സഹിക്കുന്നത് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന്. നമ്മൾ സഹിക്കുന്നത് കാണുമ്പം നമ്മുടെ കൂടെയുള്ളവർ പറയണം, ആ സഹിക്കുന്ന രീതിക്കാ എന്നെ ഒരു ദൈവീക മനുഷ്യനാക്കി മാറ്റുന്നത്. ദൈവത്തോടുള്ള ബന്ധം ഞാൻ തെളിയിക്കുന്നത് ഈ വിധത്തിലാണ്. ഈ സഹിക്കുന്ന രീതിക്കാ. കുഞ്ഞു സഹനം പോലും, കാലെ കൊണ്ട ഒരു മുള്ളിൻ്റെ വേദന പോലും 2 തെറി പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ട്. കാലിലൊരു മുള്ളു കൊണ്ടു 2 തെറി അങ്ങ് പറയും, പുള്ളിക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു സഹനം പോലും സ്വീകരിക്കാൻ കഴിവില്ലാത്തവരാ പലരും. എന്തില്ല? സഹനശക്തിയില്ല. എന്നാ പ്രാർത്ഥനയുണ്ടോ? ഭയങ്കരം പ്രാർത്ഥനയാണ്. എന്തില്ല? പ്രാർത്ഥനയുണ്ട്, സഹനശക്തി ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളുടെ തനി സ്വഭാവം എപ്പോഴാ കാണുന്നത്? എപ്പോഴേ കാണാൻ പറ്റുള്ളൂ? ഒരാളുടെ തനി സ്വഭാവം അറിയണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കുഞ്ഞ് സഹനം കൊടുത്താൽ മതി. അൽത്താര നിൽക്കുന്ന ഞാൻ വെള്ളം ഉടുപ്പിട്ട് ഉറാലേക്ക് ഇട്ടിരിക്കുമ്പോൾ ഇതാ തനി സ്വഭാവം എന്ന് വിചാരിച്ചേക്കരുത്. ഇതല്ല തനി സ്വഭാവം. വേറൊരു സ്വഭാവമുണ്ട്. അതെപ്പോഴേ പിടികിട്ടുള്ളൂ? ഞാൻ പിടികിട്ടുന്നൊരു വഴി പറഞ്ഞു തരാം. കൺവെൻഷൻ 9:10 തീരും. 9:20 നിങ്ങൾ ഇവിടുന്ന് പോകും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു കൺവീനറോ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു മൊട്ട് സൂചി കൊണ്ട് എൻ്റെ എലിക്കിട്ട് കുത്തണം. ഞാൻ അങ്ങോട്ട് പോകുമ്പം എൻ്റെ എവിടെ കുത്തണം? എൻ്റെ തനി സ്വഭാവം കാണല. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. അപ്പം എൻ്റെ തനി സ്വഭാവം കാണാൻ വേണ്ടിയുള്ള പരിപാടി പറയുക. എൻ്റെ ഇവിടെ കുത്തണം. ചെറുതായിട്ടേ കുത്താൻ പാടുള്ളൂ പ്ലീസ്. അപ്പം ഞാൻ ചൊറിഞ്ഞുകൊണ്ട് നോക്കും, ആരുടെ? അതെൻ്റെ തനി സ്വഭാവമല്ല. 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ കുത്തണം. അപ്പോൾ 5% തനി സ്വഭാവം വരും. ചെറുതായിട്ട് പല്ല് കടിച്ചത് എന്താ നോക്കും. 3ാമത് നിങ്ങൾ കുത്തണം, ഒരു 25% തനി സ്വഭാവം വരും. അങ്ങനെ 5-ാമത്തെ പ്രാവശ്യം അവരെ ചെള്ളക്കൊരെണ്ണം കൊടുക്കും. അതാണ് തനി സ്വഭാവം. എപ്പോഴേ തനി സ്വഭാവം വരുള്ളൂ? എൻ്റെ ശരീരത്തിൽ വേദന വരുമ്പോഴാണ്. ഈശോയ്ക്ക് എന്തിനാ ഇത്രയും സഹനം കൊടുത്തേ? ഈശോയ്ക്ക് എന്തിനാ ഇത്രയും സഹനം കൊടുത്തേ? ശത്രുക്കളുടെ ആഗ്രഹം ഒന്നുണ്ടായിരുന്നു, ഒരാഗ്രഹം, ഇവൻ്റെ തനി സ്വഭാവം ഒന്ന് കാണണമെന്ന്. അപ്പോൾ എന്താ തനി സ്വഭാവം കണ്ടേ? തനി സ്വഭാവം കുരിശേ കിടന്ന് കാണുവാണ്. ഒരു പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. നിശബ്ദമായി സഹിക്കുന്നത് കണ്ടപ്പോഴാണ് താഴെ എന്ന് പറഞ്ഞത് ഇവൻ സത്യമായും ദൈവപുത്രനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് 1 പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വചനം. ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കൊരു ആയുധമായിരിക്കട്ടെ. ഏത് മനോഭാവം? ഒന്നും കൂടെ കേട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കൊരായുധമായി. എന്താ ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം? എന്തായിരുന്നു മനോഭാവം? എന്തായിരിക്കും മനോഭാവം? ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്നാന്ന് അറിയണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മനോഭാവം ആദ്യം കണ്ടുപിടിക്കണം. ഇനി എൻ്റെ ഉദാഹരണം നിങ്ങളെ ആരും വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. എന്നെയാണ് കുരിശിൽ തറയ്ക്കുന്നതെങ്കിൽ ഞാൻ എല്ലാവരെയും ഒന്ന് നോട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നത്തെ പോലത്തെ ഒരു ടച്ച് ഫോണും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു ഫോട്ടോ പറ്റുന്നിടത്തോളം ഞാൻ എടുത്തു വെക്കും. എന്തായാലും 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേക്കും. പിന്നെ ഒരു കളി ഞാൻ കളിക്കും. ഈശോ സഹിച്ചത് നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ദൂതന്മാരിറങ്ങി എല്ലാത്തിനെയും നിശേഷമാക്കും. ഒരു വാക്ക് മതിയെന്ന്.
എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു ഈ സഹനം ഒഴിവാക്കാൻ. നമ്മൾ പലരും സഹിക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഞാനും നിങ്ങളുമൊക്കെ വേറെ വഴിയില്ല. ഈശോയ്ക്ക് ഈ സഹനത്തെ ഒഴിവാക്കാൻ 100 വഴികളുണ്ട്. ഹല്ലേലൂയാ. ഇനി ഈശോ, ഞാനാണെങ്കിലുണ്ടല്ലോ, എൻ്റെ കാലയിൽ ആണി തറച്ചവൻ്റെ മുഖം ഒന്ന് നോട്ട് ചെയ്ത് നോക്കും. അവൻ്റെ വീട് ഏതാ, വീട്ടുപേരേതാ, എൻ്റെ കുടുംബം എവിടെയാണ് താമസം, ഏത് വഴിയാ പോക്കും വരവൊക്കെ. ഓക്കെ കയ്യേലാണി തറച്ചവൻ്റെയും പേരും സ്ഥലവും വീടും ഞാനൊന്ന് കരുതി വെക്കും. തലയിൽ മുൾക്കിരീടം വെച്ചാളെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്യും. എൻ്റെ മുഖമെല്ലാം നശിപ്പിച്ച് കളഞ്ഞ ആളാണ്. പിന്നെ മുഖത്ത് തുപ്പിയാൾ, പിന്നെ അയാളെ നോക്കേ വേണ്ട. 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന ഞാൻ ആദ്യം എങ്ങോട്ടേ പോവുള്ളൂ? ഞാൻ ഉയർത്തെഴുന്നേറ്റ രാത്രിയിൽ തന്നെ ഞാൻ പോകുന്നത്, പറ്റുമെങ്കിൽ ഒരു വണ്ടി ടാക്സി വിളിച്ചിട്ട് ഞാൻ ആദ്യം ടാക്സിക്കാരനോട് പറയും, ഇന്നയാളുടെ വീട്ടിൽ പോയി അവൻ്റെ വീട്ടിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു പണി കൊടുക്കും. എന്നെ ആ കുരിശിൽ തറച്ചെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ മനോഭാവം എന്നാണെന്നറിയോ? എന്നെ ഉപദ്രവിച്ചവനെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സാധാരണ ഒരു പച്ച മനുഷ്യൻ്റെ പലരുടെയും ഒരു പ്രത്യേകത. ഇവിടെയാണ് യേശുവിൻ്റെ മനോഭാവം. ഈശോ കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റപ്പം ഈശോ പോയത് ആരുടെ എൻ്റെ കാലയിൽ ആണി തറച്ചെന്നല്ല ചോദിച്ചേ. ആരാന്നറിയാവോടെ എൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാന്നല്ല ഈശോ പറഞ്ഞേ. ഈശോ പോയത് തന്നെ സ്നേഹിച്ച ശിഷ്യന്മാരുടെ അടുത്തേക്ക്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് പകരത്തിന് പകരമില്ല, പകരത്തിന് പകരം ചോദിക്കുന്നില്ല, പകരത്തിന് പകരം ചെയ്യാൻ പോയില്ല. ഈശോ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക്, വാലയിൽ ആണി തറച്ചവന്റെ അടുത്തേക്കല്ല രാത്രിക്ക് പോയത്. കയ്യേൽ ആണി തറച്ചവന്റെ വീട്ടിൽ ചെന്ന് വർത്താനം പറയാൻ പോയിട്ടില്ല. ഈശോ പോയത് സ്നേഹിച്ച ശിഷ്യന്മാരുടെ അടുത്തേക്ക്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിന്റെ മനോഭാവം. നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പകരം വെക്കാതെ നമ്മുടെ മനസ്സ് വല്ലാണ്ട് കിടന്ന് ചലിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് യേശു ക്രിസ്തുവിന്റെ മനോഭാവമല്ല. പത്രോസ്ലീഹ പറയാണ്, ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കൊരായുധമായിരിക്കട്ടെ എന്ന്. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ശ്രദ്ധിക്കുക, സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര സൗഖ്യത്തിനും വിടുതലിനും കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാള് ഇതിന് പറയാൻ കാരണം, സഹിക്കുന്ന വ്യക്തി, സ്വീകരിക്കുന്ന വ്യക്തി, 10-26 വയസ്സുള്ള ഒരു പെൺകുട്ടി, കല്യാണം കഴിഞ്ഞതാണ്, ഒരു ആങ്കൊച്ചുണ്ട്, ധ്യാനത്തിന് വന്നതാണ്. പക്ഷെ വന്നത് തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ടൈപ്പ് ബ്ലേഡുമായിട്ടാണ് വന്നത്. തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ്. ആ ബ്ലേഡ് എൻ്റെ തന്നു ബുധനാഴ്ച ദിവസം. എന്നിട്ട് പറഞ്ഞു, ഈ ധ്യാനത്തിന് വന്ന് ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാ വന്നേന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്യണം, മരിക്കണമെന്ന് ഓർത്താ വന്നേന്നൊക്കെ പറഞ്ഞു. ബ്ലേഡ് എൻ്റെ തന്നു, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇത്ര ചെറുപ്പത്തിൽ അങ്ങനെ തീരുമാനിക്കാൻ കാരണം? അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുവാണെങ്കിൽ ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞു, ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞു. നിഷ്പ്രയാസം ചോദിച്ചു, എന്താ ചോദ്യം? അപ്പോൾ പറഞ്ഞു, സഹിക്കുന്നവർക്ക് ദൈവം എവിടെയാണെന്ന് ചോദിച്ചു. ദൈവം എവിടെ? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് പല സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും. നിങ്ങളും പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകും, ദൈവം എവിടെ? ഇനി ആ പെൺകുട്ടിയുടെ ഒരു വിഷമം പറയാം. 10-16 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് 10ാം ക്ലാസ്, +1, +2 കാലത്ത് എത്തിയപ്പോൾ തന്നെ ഈ പെങ്കൊച്ചിൻ്റെ അമ്മ ഒരു പ്രാർത്ഥനക്കാരി ആയതുകൊണ്ട് മകളോട് പറഞ്ഞു, നീ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കണം, നിനക്ക് നല്ലൊരു വിവാഹമുണ്ടാകാൻ, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 5-6 വർഷം ഇവൾ അമ്മ പറഞ്ഞതനുസരിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിയോഗം വച്ചിരുന്നു, ദൈവമേ, എനിക്ക് നാളെ ഒരു സമയത്ത് ഒരു വിവാഹം നടക്കുവാണെങ്കിൽ എൻ്റെ കഴുത്തിൽ മദ്യപാനിയായ ഒരുത്തൻ താലി കെട്ടാൻ ഇടയാകരുത് എന്ന് മാത്രം. കള്ളു കുടിക്കുന്ന ഒരുത്തൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടല്ലേ എന്ന് വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കല്യാണം ആലോചന വന്നു. ഭയങ്കരമായിട്ട് ആലോചിച്ചു, പ്രാർത്ഥിച്ചു, കല്യാണം കഴിഞ്ഞു. കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇയാളൊരു മുക്കുടിയനാണെന്ന്. കുടിയെന്ന് മാത്രമല്ല, ഇയാൾ കുടിച്ചാൽ മാനസിക രോഗിയെ പോലെയാണ്. സാധാരണ ഒരു കുടിയനായിട്ട് കൂട്ടാനും കൊള്ളത്തില്ല. ഇയാൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ ചില ഹോബികളുണ്ട്. ഇയാളുടെ ഒരു പ്രത്യേകത, കള്ള് കുടിച്ചാൽ പിന്നെ ഭാര്യ അടുത്ത് വന്ന് നിൽക്കണം. ഇയാൾ തല തൊട്ട് കാല് വരെ ഇയാൾ ഗാർഗിച്ച് തുപ്പും. ഇയാളുടെ ഹോബി അതാണ്, ഒരു പ്രത്യേക ഹോബി. ഇയാൾക്ക് മാനസികമാണ്. കള്ള് കുടിച്ചാൽ ഇയാൾക്ക് അക്ഷരാർത്ഥത്തിൽ ഇയാളൊരു മാനസിക രോഗിയാണ്. അങ്ങനെ ഇത് മടുത്തു. സ്വന്തം വീട്ടിൽ പോലും ഇത് പറഞ്ഞില്ല. ആദ്യം ഇവൾ ചിന്തിച്ചു, എത്രയോ വർഷമായിട്ട് പ്രാർത്ഥിച്ച ഒറ്റ നിയോഗമേ വച്ചിട്ടുള്ളൂ,
കള്ള് കുടിക്കുന്ന ഒരുത്തൻ താലി കെട്ടാൻ ഇടയാകരുത്. ആലോചിച്ചു, പ്രാർത്ഥിച്ചു, ഒരുങ്ങി കല്യാണം കഴിച്ച് താലി കെട്ടിയത് 1 മാസം കഴിഞ്ഞ് അറിയുമാണ് മുക്കുടിയൻ. കുടിച്ചാൽ സാധാരണ കുടിയനെ പോലെയല്ല, കുടിച്ചാൽ അയാൾക്ക് മാനസികം വട്ടുപോലെയാണ്. അങ്ങനെ മടുത്ത്, ജീവിതം മടുത്ത് പലവട്ടം മരിക്കണമെന്ന് ആഗ്രഹിച്ച്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, തല മുതൽ കാല് വരെ ഇയാൾ കാർക്കിച്ചു തുപ്പും. ഇയാൾ ഹോബി, ഈ പുള്ളിക്കാരത്തേക്ക് പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റില്ല, അവിടെ നിന്നോണം. അപ്പൊ വേറെ ആൾക്കാർ ചോദിക്കും, നീ ഇത്രയും നാൾ എങ്ങനെയാണ് ഈ പിടിച്ചു നിന്നേന്ന് ചോദിക്കും. നീ എങ്ങനെ ഇത് അതിജീവി, ഇത്രയൊക്കെ എങ്ങനെ പിടിച്ചു നിന്നു? അതിന് ആദ്യം പൈസ കൊടുക്കണം. പലവട്ടം മരിക്കാൻ തീരുമാനിച്ചു, പക്ഷെ ആരുടെയോ പ്രാർത്ഥനയുടെ ബലം കൊണ്ടൊന്നും ചെയ്തില്ല. അങ്ങനെയാണ് മരിക്കാൻ വന്നത്. ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല ധ്യാനത്തിന് പോവുകയാണെന്ന്, മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. ഫോണൊന്നും ഇല്ല കയ്യിൽ. അത് വലിയൊരു അപകടം പിടിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുവാണെങ്കിൽ ഞാൻ മരിക്കത്തില്ല ഫാദർ, മരിക്കില്ല എന്ന് പറഞ്ഞു. എന്തുത്തരം പറയാൻ പറ്റും? എൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. ഒരു ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തു. ആലോചിച്ച് ഞാൻ പറഞ്ഞു, 2000 വർഷം മുമ്പ് ഒരു തെറ്റും ചെയ്യാത്ത ഈശോ ഗാഗുൽത്താ മലയിലേക്ക് കുരിശെടുത്തുകൊണ്ട് പോയപ്പോൾ അടിയും ഇടിയും തുപ്പും മുൾക്കിരീടവും കിട്ടിയപ്പോൾ ദൈവം എവിടെയായിരുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയണം. ദൈവം എവിടെയായിരുന്നു? ദൈവം ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്ത് വന്നോ? ഒരു വാക്ക് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞോ? കുരിശിന്റെ ഭാരം ഒന്ന് ഇച്ചിരി കുറച്ച് കൊടുത്ത് സപ്പോർട്ട് ചെയ്തോ? ഈ ദൈവം എവിടെ? ഈ പറഞ്ഞ ദൈവം എവിടെയായിരുന്നു? ഈ ദൈവം ഈശോ കുരിശെടുത്തോണ്ട് പോയപ്പോൾ എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഞാനും നിങ്ങളും കുരിശെടുക്കുമ്പം എൻ്റെ ദൈവവും ഉള്ളത്. പറഞ്ഞേ ഹല്ലേലൂയ. ഉത്തരം പൂർണ്ണമല്ലെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന അനേകം സഹിക്കുന്നവർക്കുള്ള ഉത്തരമാണത്. ദൈവം എവിടെയാ? ഈശോ ഗാഗുൽത്താ മലയിൽ കുരിശെടുത്തോണ്ട് പോയി, കുരിശുമായി വീണു. അന്നേരം എഴുന്നേൽപ്പിക്കാൻ പോലും ദൈവത്തിന്റെ കരം അവിടെ വന്നിട്ടില്ല. സാരമില്ലെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ കൂടെയുണ്ടെന്ന് സ്വർഗത്തിന് വാക്കുപോലും പറഞ്ഞില്ല. ഈ ദൈവം ഈശോ സഹനത്തിൽ കടന്നുപോയപ്പോ ദൈവം എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഞാനും നിങ്ങളും കുരിശിന്റെ വഴിയെ പോകുമ്പം എൻ്റെ ദൈവവും എൻ്റെ കൂടെയുള്ളത്. ദൈവം അതുപോലെ. ഉത്തരം പൂർണ്ണമല്ല, പക്ഷെ എനിക്ക് ബൈബിളിൽ ഒരു നല്ല ഉത്തരം ഈ വ്യക്തിയോട് പറയാൻ ദൈവം നൽകി. അത് പ്രസംഗത്തിൽ പറയാറുണ്ട്. അത് ഇന്നു വരെ വായിച്ചിട്ടും എനിക്ക് ആ വിധത്തിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ഉത്തരം ദൈവം ഈ വ്യക്തിക്ക് വേണ്ടി തന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് ഇന്നും തോന്നാറുണ്ട്. ഞാൻ അത് പറഞ്ഞു ഈ വ്യക്തിയോട് ബുധനാഴ്ച പറയുന്നു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം നിനക്ക് ദൈവമായിട്ട് തരുമെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു. എന്തായാലും നീ മരിക്കാനൊന്നും പോകണ്ട, നീ പ്രതീക്ഷയോടെ ഇരിക്കുക, എല്ലാത്തിനും മാറ്റം വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് വേണ്ടി ദൈവവചനം എടുത്തപ്പോൾ കിട്ടിയത് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള 2 വചനങ്ങളാണ്. അതിനകത്ത് 2 പേര്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത 2 പേരെ ജയിലിൽ പിടിച്ചിട്ടു. ആരൊക്കെയാണ്? പൗലോസും സീലാസും. നമ്മൾ അവരോടാ ചോദിക്കുന്നത് ഇനി ചോദ്യം. പൗലോസ് ശ്ലീഹായും സീലാസും നിങ്ങളും ചോദിക്കണം അവരോട്, നിങ്ങൾ എന്നാ തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ജയിലിലിട്ടെന്ന്? ഒരു തെറ്റും ചെയ്യാത്ത പൗലോസിനെയും സീലാസിനെയും ജയിലിലിട്ടു. ഭയങ്കര സഹനമാണ്. ഇന്നത്തെ ജയിൽ പോലത്തെ ജയിലല്ല അന്നത്തെ ജയില്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരുട്ടറ, അത് വലിയ ഡീറ്റെയിൽ ആയിട്ട് കുറെ പറയാനുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ കൊണ്ടുപോയിട്ടു. ഈ 2 പേരും ഇങ്ങനെ ചിന്തിച്ചോണ്ടല്ല ജയിലിൽ കിടന്നത്. എൻ്റെ ഒരു തലവര ഇങ്ങനെയായി പോയി, ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് കിട്ടി, ഞാൻ മരിക്കാൻ പോവാണ്, ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇതൊന്നുമല്ല പറഞ്ഞത്. പൗലോസും സീലാസും ജയിലിൽ ചെന്നപ്പം അവർ ചെയ്തെന്നറിയോ? ജയിലിൽ കിടന്നുകൊണ്ട് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇതാര് കേട്ട് കാണും? ജയിലിൽ വച്ച ഈ പ്രവൃത്തി നടക്കുന്നത്. ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? പൗലോസും സീലാസും ഒഴിച്ച് ബാക്കിയുള്ളവരും മുഴുവൻ പ്രാർത്ഥന എന്നാന്നറിയത്തില്ലാത്ത, ദൈവം എന്നാന്നറിയത്തില്ലാത്ത, ദൈവത്തോട് ബന്ധമില്ലാത്ത, ലോകത്തിൻ്റെതായ വഴികളിലൂടെ വലിയ തെറ്റ് ചെയ്ത് കിടക്കണ കുറെ പേര് ജയിലിൽ ഇവിടെ കിടപ്പുണ്ട്. അവിടെയാണ് ഒരു തെറ്റും ചെയ്യാത്ത പൗലോസും സീലാസും വന്നത്. ഇനി പൗലോസ് ശ്ലീഹായും സീലാസും മൈക്കെടുത്താൽ എന്നാ പറയും? ഇങ്ങനെ ചിലപ്പോൾ പറയും, ഞാൻ ആ ജയിലിൽ ചെന്നോണ്ട് ദൈവത്തെ അറിയാത്ത, പ്രാർത്ഥന എന്നെന്ന് അറിയത്തില്ലാത്ത കുറെ മനുഷ്യർ ആ ജയിലിൽ നിന്ന് സത്യദൈവത്തെ അറിഞ്ഞു എന്ന് പറയും. ആരിലൂടെ? സഹനത്തിലൂടെ കടന്നുപോയ പൗലോസിലൂടെയും സീലാസിലൂടെയും നടന്ന അത്ഭുതം ഒരുപാട് പേര് ദൈവത്തെ അറിയാൻ ഇടവന്നു. ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. പൗലോസിന്റെ സീലാസിന്റെ സ്ഥാനത്ത് വേറെ 2 പേരായിരുന്നെങ്കിലോ?
വേറെ രണ്ടുപേര് സാധാരണ കുറ്റം ചെയ്ത് രണ്ടുപേരെ കൊണ്ടിട്ടായിരുന്നെങ്കിൽ ഇവരാരും ദൈവത്തെ അറിയാൻ നിൽക്കില്ല, ആരും പ്രാർത്ഥിക്കാനും നിൽക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു ഉത്തരം പറയാം. ഈ ജയിലിൽ കിടന്നവർ ചോദിച്ചു തരാനറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയൊന്ന് നിർത്താവോ? ഇവിടെ മനുഷ്യർക്ക് കിടന്നുറങ്ങണമെന്നല്ല പറഞ്ഞത്, അവർ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നു എന്ന്. അത് ഭയങ്കര പ്രധാനപ്പെട്ടതാ. ഇന്ന് ഒരുപാട് പേർക്ക് പ്രാർത്ഥന കേൾക്കുന്നതിനെ ഇഷ്ടമല്ല. ജയിലിൽ കിടക്കണവർ ആരും ഉറങ്ങിയിട്ടില്ലെങ്കിലും ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ടിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ചോദിക്കുവാണ്, സഹോദരന്മാരെ, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഈ ജയിലിൽ കിടക്കുന്നവർ എവിടെ എത്തി? അവർ ദൈവത്തെ അറിഞ്ഞവരായി മാറി. ആരിലൂടെ? ഒരു തെറ്റും ചെയ്യാത്ത പൗലോസും ശീലാസും ഇച്ചിരി സഹനത്തിലൂടെ കടന്നുപോയ എന്നാ കുഴപ്പം? അവരിലൂടെ ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടാൻ ദൈവം ഇടവരുത്തി. ത്രൂ സഫറിങ്, സഹനത്തിലൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന എനിക്കെന്തിനാ സഹനം? എന്നിലൂടെ ഒത്തിരി പേര് ദൈവത്തെ അറിയാൻ ഇടവരാൻ. നിങ്ങൾക്ക് എന്തിനാ സഹനം? ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിക്ക് എന്താ സഹനം? നിങ്ങളുടെ മക്കൾ നാളെ ഒരു സമയത്ത് ദൈവത്തെ അറിഞ്ഞു വളരാൻ നിങ്ങൾ ഇച്ചിരി സഹനത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാ കേട്ടോ, വളരെ 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 പ്രധാനപ്പെട്ടതാ. സഹനം അനുഗ്രഹ കാരണമാകുമെന്ന് പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. ഏത്? ദൈവചിന്തയോടെ സഹിക്കുന്ന സഹനങ്ങൾ അനുഗ്രഹ കാരണമാകും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.